ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുനെല്ലി. മഹാവിഷ്ണു ഭഗവാനാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞാൻ മഹാവിഷ്ണു ഭഗവാന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. ബലിസമർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ ആൾക്കാരും വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ മണ്ണിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയ മുകളിലോട്ട് കുറച്ച് കയറി പോകാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഈ അമ്പലത്തിലേക്ക് വരാനായിട്ട് കാട്ടിലൂടെ കുറച്ച് സഞ്ചരിക്കാനായിട്ടുണ്ട് കേട്ടോ. ബസ്സിലായിരുന്നു വന്നത്. അപ്പം മൃഗങ്ങളെയൊക്കെ കാണാമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഒന്നിനെയും കണ്ടില്ലായിരുന്നു കേട്ടോ. മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും, ആനേനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം കാട്ടിലൂടെ സഞ്ചരിച്ചാണ് കേട്ടോ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടണത്. അങ്ങനെ ഇവിടെ നോക്കി കാപ്പിത്തോട്ടമാണ് കണ്ടോ. എനിക്കിതൊക്കെ ഭയങ്കര കൗതുകമാണ്. കാരണം നമ്മുടെ നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒത്തിരി കാപ്പിത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്നിവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് തിരക്കായിരിക്കും കേട്ടോ. സൺഡേ ഒക്കെ നല്ല തിരക്കായിരുന്നു. ഞാൻ വന്ന സമയത്താണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. റൂമൊന്നും അങ്ങനെ കിട്ടാനായിട്ടില്ലായിരുന്നു. ഭാഗ്യത്തിന് കിട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം ഇതായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. നല്ല ടയേർഡാണ്, തലവേദനയും ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തലവേദനയും കൂടെ ഉണ്ട് എൻ്റെ. ഇതാണ് തിരുനെല്ലി ക്ഷേത്രം. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലണം. അപ്പം നല്ല കുന്നിന് മുകളിലാണ് കേട്ടോ. കാണാനായിട്ട് നല്ല രസമാണ്. അപ്പം ഞാനങ്ങനെ കോവിലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോവിലിൽ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വെള്ളം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കരിങ്കൽ പാത്തി എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിന് ഐതിഹ്യമായിട്ടൊരു കഥയുണ്ട് കേട്ടോ. കരിങ്കൽ പാത്തി. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം ഇതേപോലെയാണ് വരുന്നത്. അങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ബസ്സിലിരിക്കിയതാ ഒരുപാട് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനൊക്കെ പഴയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.